വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്കണോമിക്സിൻ്റെയും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് പാർട്ട് 3 ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു 2025 ഫെബ്രുവരിയിൽ നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. First question, the reform aimed to improve investor protection and transparency in the Indian capital market. Option A, Depositors Act 1996. B, Security and Exchange Board of India SEBI Act 1992. Option C, Insider Trading Regulation 1992. Option D, Foreign Exchange Management Act FEMA 1999. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ഒരു സുതാര്യതയും കൊണ്ടുവന്ന റീഫോം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടത് സെബിയിലെ എന്താ പറയുക ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ പറയും അല്ലേ സെബി ഫോം ചെയ്തിട്ടുള്ളത് 1992 ആണ്. പിന്നെ ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി വരുമ്പോൾ എന്താണ് ഫെമ, അത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നോർമലി നമുക്ക് ബാക്കി 3 എണ്ണമാണ് ഇതിൽ ആൻസർ ആയിട്ട് തോന്നുക. പക്ഷേ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ 1992 ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് സെബി ഫോം ചെയ്തത് 1992-ലാണ്. ഈ സെബിയുടെ അണ്ടറിലാണ് എന്ത് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ വന്നിട്ടുള്ളത്. അത് പ്രകാരം പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത ഏതെങ്കിലും പ്രധാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ സെക്യൂരിറ്റികളോ സ്റ്റോക്കുകളോ വ്യാപാരം നടത്തുന്നതാണ് എന്ത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷന് പകരം വിപണിയിൽ ഓരോ പങ്കാളിക്കും തുല്യ അവസരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് എല്ലാ ഇടപാടുകളിലും നീതിയും സുതാര്യതയും ഉറപ്പാക്കലാണ് എന്ത് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ കൊണ്ട് വന്നത്. അതായത് മുന്നേ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത പ്രധാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രേഡിങ്ങോ അതോ ലിസ്റ്റ് ചെയ്ത കമ്പനികളോ സെക്യൂരിറ്റികളോ സ്റ്റോക്കുകളിൽ പൊതുജനങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഈ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ വന്നതോടുകൂടി അവിടെ ഒരു സുതാര്യത കൊണ്ടുവന്നു. എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതാണ് എന്ത് ഇൻവെസ്റ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു സുതാര്യത, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു സുതാര്യതയും കൊണ്ടുവന്നതാണ് എന്ത് ഈ പറയുന്ന ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് മുമ്പ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസോ ഒന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇതിന് ശേഷം വിപണിയിലെ ഓരോ പങ്കാളിക്കും തുല്യ അവസരം കിട്ടി. അതായത് അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന രീതിയിലായി മാറിയത് ഈ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷനോട് കൂടിയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഓഫ് ദ ബഡ്ജറ്റ് ഇൻക്ലൂഡ് ആനുവൽ പ്രൊജക്ട് എക്സ്പെൻസ്. ഓപ്ഷൻ എ പെർഫോമൻസ് എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ബി പ്ലാൻ എസ്റ്റിമേറ്റ്, ഓപ്ഷൻ സി നോൺ പ്ലാൻ എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ് എസ്റ്റിമേറ്റ്. അതായത് ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക? അപ്പോൾ നമ്മൾ തന്നെ വീട്ടിലൊരു ബഡ്ജറ്റ് ഉണ്ടാവും അല്ലേ? അത് നമുക്ക് ഓരോ കൃത്യമായ ഏരിയയിലേക്ക് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റ് ആയാലും സ്റ്റേറ്റ് ബഡ്ജറ്റ് ആയാലും ഒരു പ്ലാൻ എസ്റ്റിമേറ്റിൻ്റെ ബേസിസിലായിരിക്കും നടക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്ലാൻ എസ്റ്റിമേറ്റ് ആണ്. അതായത് എസ്റ്റിമേറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നിലവിലെ സ്ഥിതി, ഇനി ഭാവിയിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ വരവ് എത്ര, ഇതൊക്കെ അനുസരിച്ചിട്ട് ഏതെല്ലാം മേഖലകളിലേക്ക് ഇപ്പം അത്യാവശ്യമുള്ളത് ഏത്, ഇനി അതിൽ താഴെ അത്യാവശ്യമുള്ളത് ഏത്, ഓരോ മേഖലകൾക്ക് നമുക്ക് നീക്കി വെക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായൊരു പ്ലാൻ വേണം. അപ്പം അത് മെയിനായിട്ട് ആലോചിച്ചാൽ മതി. ബഡ്ജറ്റ് ആനുവൽ പ്രൊജക്റ്റ് എക്സ്പെൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ പ്ലാൻ എസ്റ്റിമേറ്റിൻ്റെ ബേസിസിലാണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മിറ്റി നോൺ ആസ് ദ ഫസ്റ്റ് ഡീസെൻട്രലൈസേഷൻ കമ്മിറ്റി. ഓപ്ഷൻ എ സെൻ കമ്മിറ്റി, ഓപ്ഷൻ ബി ലോക്കൽ ഗവൺമെൻറ് കമ്മീഷൻ, ഓപ്ഷൻ സി വാഞ്ചു കമ്മിറ്റി, ഓപ്ഷൻ ഡി രംഗരാജൻ കമ്മിറ്റി. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം അല്ലേ, എന്തായിരിക്കും? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒക്കെ ആയിട്ടാവും. അവിടെയാണ് അധിക ഡീസെൻട്രലൈസേഷൻ അല്ലേ, ഗ്രാമം, ബ്ലോക്ക്, ജില്ല, പഞ്ചായത്ത്, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ വന്നിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ലോക്കൽ ഗവൺമെൻറ് കമ്മീഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറേ കമ്മീഷൻസ് ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ബൽവന്തറായി മേത്ത കമ്മീഷൻ,
സിംഗ്വി കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, അതൊക്കെയാണ് മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇതിൽ അങ്ങനെ ലോക്കൽ ഗവൺമെൻറ് കമ്മീഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെൻ കമ്മിറ്റിയാണ്. ഇനി ബാക്കി രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി എലിമിനേറ്റ് ചെയ്യാം. വാഞ്ചു കമ്മിറ്റിയും രംഗരാജൻ കമ്മിറ്റിയും അല്ലാന്ന് നമുക്ക് തുടക്കം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാണ്. വാഞ്ചു കമ്മിറ്റി ടാക്സേഷൻ, ഡയറക്റ്റ് ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ രംഗരാജൻ കമ്മിറ്റിയും അതെ ടാക്സേഷൻ്റെ ഫീൽഡിൽ വരുന്നതാണ്. അപ്പോൾ അത് രണ്ടും അല്ലാന്ന് ഉറപ്പാക്കിയിട്ട് ബാക്കി രണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പം മൂന്നാമത്തെയും ലോക്കൽ ഗവൺമെൻറ് കമ്മീഷനും കളയുക. കാരണം നോർമലി നമ്മൾ ശരിക്കും സ്പെസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത, LM സിംഗ്വി അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ സെൻ കമ്മിറ്റിയാണ്. ഈ സെൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കേരളയിലത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കേരള എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. എ കമ്മിറ്റി ദാറ്റ് സ്റ്റഡീഡ് ഡീസെൻട്രലൈസേഷൻ പവർ ഇൻ കേരള പഞ്ചായത്ത് രാജ് സിസ്റ്റം ആണ് എന്ത് ഈ പറയുന്ന സെൻ കമ്മിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SB സെൻ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നു. അത് പ്രകാരം എന്താണ് ആ കമ്മിറ്റി 4 വോളിയായിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ഡീസെൻട്രലൈസേഷൻ കമ്മിറ്റിയാണ് SB സെൻ കമ്മിറ്റി അല്ലെങ്കിൽ സെൻ കമ്മിറ്റി എന്നുള്ളത് അറിയപ്പെടുന്നത് ഓർക്കുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ നോഡൽ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ ദ കോർഡിനേഷൻ ഓഫ് ദ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS ഏതാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. IIPS, B UNFPA, ഓപ്ഷൻ സി NSSO, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇവിടെ ആൻസർ വരുന്നത് ഇത് നാഷണൽ ഫാമിലി ആൻഡ് ഹെൽത്ത് സർവേ എന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യം പോയിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ബബിൾ ചെയ്യും. പക്ഷെ അതല്ല ആൻസർ വരുന്നത്. ഫസ്റ്റത്തെയാണ് ഓപ്ഷൻ എ IIPS ആണ് വരുന്നത്. ദ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ് ഇത് ഈ ഹെൽത്ത് ഫാമിലി സർവേയുടെ നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവരാണ് എന്ത് സർവേസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. അപ്പോൾ ഫാമിലി ഹെൽത്ത് സർവേയുടെ നോഡൽ ഏജൻസി എന്താണ്? ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണെന്നുള്ളത് ആലോചിക്കുക. പിന്നെ എന്താണ് UNFPA? UNFPA എന്താണ്? സ്റ്റാൻഡ് ഫോർ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടാണ് എന്ത് UNFPA. അതെന്താണ്? ഇറ്റ് ഏജൻസി ദാറ്റ് ഫോക്കസ് ഓൺ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയാണ് എന്ത് UNFPA ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ മിഷൻ തന്നെ എന്താണ്? ടു എൻഷുർ ദാറ്റ് എവരി പ്രഗ്നൻസി ഈസ് വാട്ടർഡ്, എവരി ബർത്ത് ഈസ് സേവ് ആൻഡ് എവരി യങ് പേഴ്സൺ ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ഫുൾഫിൽ ദെയർ പൊട്ടൻഷ്യൽ. അതായത് എല്ലാ പ്രഗ്നൻസി എന്താണ്? ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ ജനനവും സേഫായിരിക്കണം. എല്ലാ ഇൻഡിവിജ്വൽസിനും എന്താണ്? ഓപ്പർച്യൂണിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഇത് UNFPAയുടെ മെയിനായിട്ടുള്ള മോട്ടീവ് അല്ലെങ്കിൽ മിഷൻ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഫാമിലി ഹെൽത്ത് സർവേ ആയിട്ട് IIPS ആണെന്ന് ആലോചിക്കുക. UNFPA മെയിനായിട്ട് യുണൈറ്റഡ് നേഷൻ്റെ ആണ്. മെയിനായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയാണ് നോക്കുക. ഇനി NSS എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് എന്ത് NSSO. അതായത് മെയിനായിട്ട് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസിൻ്റെ ബേസിസിൽ സർവേസും ഡാറ്റാസും ഒക്കെ കളക്ട് ചെയ്യുന്നത് ആരാണ്? NSSO ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, effective literacy rate is a literacy rate are calculated taking into account option A the 7 years and above population in the denominator, all population in the denominator, option C the 1 to 7 years and above population in the denominator, option D the 10 years and the above population in the denominator. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ദ 7 years and above population in the denominator ആണ് എന്ത് എഫക്റ്റീവ് ലിറ്ററസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. അതായത് എഫക്റ്റീവ് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ആ ഏജ് ഗ്യാപ്പിനുള്ളിൽ റീഡ് ആൻഡ് റൈറ്റ് അല്ലേ, എഴുതാനും വായിക്കാനും കഴിവ്. അതായത് ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ എന്താണ് മിക്ക കുട്ടികൾക്കും അത്യാവശ്യം വായിക്കാൻ അറിയാം, എഴുതാനൊക്കെ അറിയാൻ തുടങ്ങും അല്ലേ. അതാണ് ഈ മെയിനായിട്ട് എന്താണ് എഫക്റ്റീവ് ലിറ്ററസി റേറ്റിൽ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണം എന്താണ് 7 years ആൻഡ് അബവ് പോപ്പുലേഷൻ ആണ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 279A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫോർ. ആർട്ടിക്കിൾ 279A കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത്
ഏരിയയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. ഒരു ആർട്ടിക്കിള് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ഫിനാൻസ് കമ്മീഷൻ, ഓപ്ഷൻ ബി GST കൗൺസിൽ, ഓപ്ഷൻ സി CAG, ഓപ്ഷൻ ഡി നീതി ആയോഗ്. മുന്നേ ഏതോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഭരണഘടനാ ആവണമെങ്കിൽ എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും. ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ? അതെ. എത്രയാണ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ? 250A ആണ് അല്ലേ. CAG ആയി ബന്ധപ്പെട്ടിട്ടുള്ളത് എത്രയാണ്? 148 ആണ് അല്ലേ. 148A ആണ് എന്ത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? 148. GST കൗൺസിൽ ഏതാണ്? 279A ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? GST കൗൺസിലാണ് 279A വരുന്നത്. അതുപോലെ തന്നെ GST എത്രാം ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു? 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയായിരുന്നു എന്തുട്ട്? GST എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 എന്ത് GST നിലവിൽ വരുന്നത്. ഇനി നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല അല്ലേ. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അതെന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്. അതായത് ഗവൺമെന്റിന് ഉപദേശങ്ങൾ അതൊക്കെ കൊടുക്കുന്ന ഒരു അഡ്വൈസറി ബോഡിയാണ് എന്ത്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ കൂടിയാണ് എന്ത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ 279 ഏതാണ്? GST കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ 7. According to permanent income hypothesis, the value of MPS out of transitory income, option A 0.5, option B 0, option C 1, option D 0.75. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C 1 ആണ്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് അല്ലേ. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ, പെർമനന്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈഫ് ടൈം ഇൻകം, അതായത് ലോങ് ടൈം ഇൻകം ആണ് അല്ലേ. നമ്മളെ എക്സ്പെക്റ്റഡ് ഇൻകം ആണ്. കാരണം നമ്മൾ ആ എക്സ്പെക്റ്റഡ് ഇൻകത്തിൻ്റെ ബേസിസിലാണ് എന്ത് നമ്മുടെ കൺസംഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ പെർമനന്റ് ഇൻകം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക അത് ലോങ് ടൈം ആയിരിക്കും എന്നുള്ളത്. ഈ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്ററി ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ഇൻകം ആണ്. അതിലെന്താണ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതിൻ്റെ ബേസിസിൽ ഒരിക്കലും നമ്മുടെ കൺസംഷനോ സേവിങ്ങോ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. കാരണം അതൊരു ട്രാൻസിറ്ററി ഇൻകം ആണ്. അതായത് ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഇൻകം ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ലോട്ടറി എടുത്തു. അപ്പോൾ നമ്മൾ ലോട്ടറി എടുത്താൽ എല്ലാ ദിവസവും അടിക്കില്ലല്ലോ. വല്ല കാലത്തെങ്ങാനും ഒരു ലോട്ടറി എടുത്താൽ അടിച്ചായി. അപ്പോൾ അതെന്താണ്? ഒരു ടെമ്പററി ഇൻകം ആണ്. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഒരിക്കലും സേവും കൺസപ്ഷനും ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. എപ്പോഴും നമ്മുടെ ലോങ് ടൈം ഇൻകത്തിൻ്റെ ബേസിസിലാണ് നമ്മുടെ സേവിങ്സും കൺസംഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ MPS ഔട്ട് ഓഫ് ട്രാൻസിറ്ററി ഇൻകം, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസിൻ്റെ വാല്യൂ ഓഫ് MPS ഔട്ട് ഓഫ് ട്രാൻസിറ്ററി ഇൻകം എപ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണെന്ന് ആലോചിക്കുക. ഇനി 8th ക്വസ്റ്റ്യൻ. The Keynesianism as a temporary derivation from the mainstream of scientific progress in economics. This view is held by option A supply side economics, option B monetarism, option C radicalism, option D new monetarism. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി റാഡിക്കലിസം ആണ്. റാഡിക്കലിസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സോഷ്യലിസ്റ്റ് ഫിലോസഫി വ്യൂ ഉള്ളതിനെയാണ് എന്ത് റാഡിക്കലിസം എന്ന് പറയുക. ഇനി സപ്ലൈ സൈഡ് ഇക്കണോമിക്സ് എന്താണ്? അവർ എന്താ പറയുക, എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ് ചെയ്യണം. അതെങ്ങനെയാണ്? ടാക്സ് കട്ട് ചെയ്ത് കൊണ്ടാണ് എന്താ ടാക്സ് കട്ട് ചെയ്യുക, റെഗുലേഷൻസ് കൊണ്ടുവരിക. അതിലൂടെയാണ് എന്താണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ബിലീവ് ചെയ്യുന്നവരാണ് ആര്? സപ്ലൈ സൈഡ് ഇക്കണോമിക്സ് അല്ലേ. ഇതിൽ മെയിനായിട്ട് ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ പറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഓരോ സ്കൂളുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി മോണിറ്ററിസം എന്ന് പറയുന്നത് എന്താ? മോണിറ്ററിസത്തിൻ്റെ ആളായിരുന്നു ആര്? മിൽട്ടൺ ഫ്രീഡ്മാൻ അല്ലേ. നമ്മൾ കണ്ടു പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസിൽ. മോണിറ്ററിസം എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് മണി സപ്ലൈ ഇൻ ഡിറ്റർമൈനിങ് ദ പ്രൈസ് ലെവൽ ആൻഡ് GDP. മണി സപ്ലൈക്കാണ് ആര്? മോണിറ്ററിസംകാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ന്യൂ മോണിറ്ററിസം ആണെങ്കിലോ അതിൽ മെയിനായിട്ട് ഇപ്പോൾ വരുന്ന എക്കണോമിയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസ്, അതായത് ട്രേഡ് കോറിലേഷൻ ഡിഫിക്കൽറ്റീസ്, എക്സ്ചേഞ്ച്, ബാങ്കിങ്, ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ്, അതൊക്കെയാണ് എന്ത് ന്യൂ മോണിറ്ററിസത്തിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ
അടുത്ത കാലത്തായിട്ടാണ് അല്ലേ ഈ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ ബാങ്കിങ് ക്രെഡിറ്റ് അതൊക്കെ കൂടുതൽ ഡെവലപ്പായി വരുന്നത് എന്താണ് ഈ റീസെൻറ്റ് ടൈംസിലാണ്. അപ്പോൾ ന്യൂ മോണിറ്ററിസംകാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് എക്കണോമിസ്റ്റ് ഹൂ ഈസ് കെയ്നീഷ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് കെയ്നീഷ്യൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ജെയിംസ് ടോബിൻ, ഓപ്ഷൻ സി കാൾ ബ്രൂണർ, ഓപ്ഷൻ സി അന്ന സ്ക്വാർട്സ്, ഓപ്ഷൻ ഡി അലൻ മെറ്റ്സ്ലർ. ഇവിടെ കെയ്നീഷ്യൻ എക്കണോമിക്സ് ആയിട്ട് വരുന്നത് ആരാണ്? ജെയിംസ് ടോബിൻ ആണ്. ജെയിംസ് ടോബിൻ 1981 നോബൽ പ്രൈസ് വിന്നിങ് എക്കണോമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് എന്താണ്? മോഡേൺ മാക്രോ എക്കണോമിക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ ആരുടെ തിയറീസ് ആണ്? കെയ്ൻസിൻ്റെ തിയറികൾക്കാണ് സാധിക്കുക എന്നുള്ളതാണ് ആര്? ജെയിംസ് ടോബിന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആള് കെയ്ൻസിൻ്റെ ഇതുകൾ ഫോളോ ചെയ്യുന്നതും ജെയിംസ് ടോബിൻ. അല്ലാണ്ട് ജെയിംസ് ടോബിന് എന്തൊക്കെ ഫേമസ്? ജെയിംസ് ടോബിൻ്റെ ക്യൂ റേഷ്യോ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ തന്നെ ടോബിൻ ടാക്സ്, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ജെയിംസ് ടോബിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. ഇനി ബാക്കി 3 പേരുണ്ട്. അവർ ഏത് എക്കണോമിസ്റ്റ് ആണ്? ബാക്കി 3 പേര് നോട്ടബിൾ മോണിറ്ററിസ്റ്റ് ആണ് അല്ലേ. മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് മോണിറ്ററിസത്തിൻ്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ അന്ന സ്ക്വാർട്സും കാൾ ബ്രൂണറും അലൻ മെറ്റ്സ്ലറും. ഇതൊക്കെ കറക്റ്റ് ഓർത്തിരിക്കുക. ഇതേമാതിരി ചോദിക്കും, ഇതിൽ ആരാണ് കെയ്നീഷ്യൻ, ആരാണ് മോണിറ്ററിസ്റ്റ്. അപ്പോൾ ബാക്കി 3 പേരും എന്താണ്? മോണിറ്ററിസ്റ്റ് എക്കണോമിസ്റ്റ് ആണെന്ന് ഓർക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വൂസ് ഡിമാൻഡ് കർവ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള കോസസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ കമ്മോഡിറ്റി ടു. ഓപ്ഷൻ എ ഇൻക്രീസ്, ഓപ്ഷൻ ബി ഡിക്രീസ്, ഓപ്ഷൻ സി റിമെയിൻ അൺചേഞ്ച്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അതായത് പ്രൈസിൽ ചേഞ്ച് ഉണ്ടായാൽ അതിൻ്റെ ഡിമാൻഡ് കർവ് ഹൈപ്പർബോള ആകും. അതെന്തുകൊണ്ടാണെന്നാണ്. അപ്പോൾ കമ്മോഡിറ്റിയുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. അതായത് പ്രൈസ് കുറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയായി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് സംഭവിക്കുന്നതാണ് ഇവിടെ വരുന്നത്? ഓപ്ഷൻ സി റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. അതായത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണെങ്കിൽ എന്താണ്? അവിടെ എപ്പോഴും ഒരു യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരിക്കും. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈക്വൽ ടു 1 എന്തായിരിക്കും? ചേഞ്ച് ഇൻ പ്രൈസ് വിൽ റിസൾട്ട് ഇൻ ദ ഈക്വൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് ഹൈപ്പർബോള അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആയിക്കഴിഞ്ഞാൽ ഈക്വൽ ടു 1 ആയിക്കഴിഞ്ഞാൽ പ്രൈസിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലും എന്താണ്? അത് ഈക്വൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്താണ്? അതേ ഈക്വൽ ചേഞ്ച് തന്നെയായിരിക്കും കാണിക്കുക. മനസ്സിലായ? അതായത് ഇവിടെ ഇപ്പോൾ ഈ ഡിമാൻഡ് കർവിൻ്റെ ഏരിയ അണ്ടർന്ന് താഴെ നോക്കുക. എന്താണ്? ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് അറ്റ് P/Q കോമ്പിനേഷൻ. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിമാൻഡ് കർവിന് താഴെയുള്ളത് അല്ലേ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തതും പ്രൈസും കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതായത് എല്ലായിടത്തും ഒരുപോലെ ആണ് കാണിക്കുന്നത്. അതാണ് എന്താണ് മെയിനായിട്ട് ഈ റെക്ടാങ്കുലർ ഹൈപ്പർബോളയിൽ ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് P/Q ഡിസ്കസ് ചെയ്തത്, മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്